ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമാറ്റ ആൻഡ് ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമാറ്റയുടെ ഡെഫിനേഷൻ ഒന്നും കൂടി നോക്കാം. അപ്പോൾ നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമാറ്റ എം വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് ക്യൂ സിഗ്മ ലാംഡ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ ക്യൂ സീറോ സെഡ് എഫ് ഇത്രയാണുള്ളത്. അതിൽ ക്യൂസ് എന്ന് പറയുന്നത് ഇന്റേണൽ സ്റ്റേറ്റിനെയാണ്. സിഗ്മ ആൽഫബറ്റ് ഇൻപുട്ട് ആൽഫബറ്റ് ആണ്. ഗാമ എന്ന് പറയുന്നത് സ്റ്റാക്ക് ആൽഫബറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഡെൽറ്റ ട്രാൻസിഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ക്യൂ സീറോ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആണ്. സെഡ് എന്ന് പറയുന്നത് സ്റ്റാക്കിന്റെ സ്റ്റാർട്ടിംഗ് സിമ്പിൾ ആണ്. ദെൻ എഫ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് നമുക്ക് മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോയ്സസ് ഉണ്ടാവും. നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമാറ്റേന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു സ്റ്റേറ്റിൽ ഒരു ഇൻപുട്ട് കിട്ടുമ്പോൾ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് ആവുന്ന കേസിൽ എന്തായിരിക്കും, ഒരു ഇന്റേണൽ സ്റ്റേറ്റിലുള്ള സമയത്ത് ഒരു ഇൻപുട്ട് ആൽഫബറ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റിലേക്ക് മാത്രമേ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഫിക്സഡ് ആണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഒരു ആൽഫബറ്റ് വെച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് ഫിക്സഡ് ആണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ആക്സെപ്റ്ററിന്റെ കേസിലും എടുക്കുന്നത്. നോക്കൂ, എ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ആക്സെപ്റ്റർ DPDA is a push down automaton that never has a choice in its move. അതായത് ഒരു ചോയ്സ് ഉണ്ടാവില്ല, ഫിക്സഡ് ആയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കും, അത് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതല്ലെങ്കിൽ മറ്റേത് ചെയ്യാമെന്നുള്ളൊരു ചോയ്സ് അവിടെ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ദ മോഡിഫിക്കേഷൻ ഓഫ് ഡെഫിനിഷൻ 7.1. അതായത് NDPDA ഡെഫിനിഷനിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ആക്സെപ്റ്റർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. എ പുഷ് ഡൗൺ ഓട്ടോമാറ്റൻ M ഈക്വൽ ടു ക്യൂ സിഗ്മ ഗാമ ഡെൽറ്റ Q0 Z F is said to be deterministic if it is an automaton as defined in 7.1 subject to the restriction that for every Q belongs to Q, A belongs to sigma union lambda and B belongs to T. ഇതാണ് നമുക്ക് ചേഞ്ചിങ് വരുന്ന കണ്ടീഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ മാറിയിട്ട്, നോൺ ഡിറ്റർമിനിസ്റ്റിക്കിന്റെ കണ്ടീഷൻ മാറിയിട്ട് വരുന്ന സ്റ്റേറ്റ് ആണ്. എല്ലാ ക്യൂവും ഇന്റേണൽ സ്റ്റേറ്റിൽ ബിലോങ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ എ എന്ന് പറയുന്ന ഈ ടെർമിനൽസും ബിലോങ്സ് ടു എന്തായിരിക്കണം, നിങ്ങളുടെ ആൽഫബറ്റ് യൂണിയൻ ലാംഡ, ഒന്നുകിൽ ലാംഡ ആവാം അല്ലെങ്കിൽ ആൽഫബറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാ ബി ബിലോങ്സ് ടു എന്തായിരിക്കണം, നിങ്ങളുടെ ഗാമയിൽ ബിലോങ്സ് ചെയ്യുന്നത്, അതായത് സ്റ്റാക്ക് സിമ്പലിൽ ബിലോങ് ചെയ്തിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, ഫസ്റ്റത്തെ നോക്കുക. ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ ഓഫ് ക്യൂ എ ബി കണ്ടെയ്ൻ അറ്റ്മോസ്റ്റ് വൺ എലമെന്റ്. അതായത് ക്യൂ എ ബി എന്ന് പറയുന്നതിൻ്റെ അകത്ത് അറ്റ്മോസ്റ്റ് ഓരോ എലമെന്റ് എങ്കിലും ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് കാണിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇത് നിങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. അതുപോലെ തന്നെ ഇഫ് ഡെൽറ്റ ക്യൂ കോമ ലാംഡ കോമ ബി ഈസ് നോൺ എംപ്റ്റി, അതായത് ഇത് സ്റ്റാക്കിന്റെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ലാംഡ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻപുട്ടിൻ്റെ അകത്ത് എടുക്കുന്ന ആ ഒരു സിമ്പിൾ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നോൺ എംപ്റ്റി ആണെങ്കിൽ ദെൻ ക്യൂ കോമ സി കോമ ബി, അതായത് ഇത് നിങ്ങളുടെ ഇൻപുട്ട് സ്ട്രിങ് ആണ്. ബി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റാക്കിന്റെ സിമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനൊരു ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ മസ്റ്റ് ബി എംപ്റ്റി ഫോർ സി ബിലോങ്സ് ടു സിഗ്മ, അത് എംപ്റ്റി ആയിരിക്കണം. അതൊരു കണ്ടീഷൻ പറയുന്നതാണ്. രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് പറയുന്നത്. Then the first of these conditions simply require that for any given input symbol and any stack top at most one move can be made. ഒരു മൂവ് എങ്കിലും മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് ഫസ്റ്റത്തെ പറയുന്നത്. The second condition is that when lambda move is possible for some configuration, no input consuming alternative is available. ലാംഡ മൂവ് ഉണ്ടെങ്കിൽ
വേറെ ഇൻപുട്ട് ഒന്നും ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് ചോയ്സസ് പ്രൊവൈഡ് ചെയ്യില്ല എന്നാണ് അൾട്ടിമേറ്റ് ആയിട്ട് മീൻ ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എ ലാംഗ്വേജ് എൽ ഈസ് സെഡ് ടു ബി ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് if and only if there exists a deterministic pushdown acceptor M such that L equal to L of M. അതായത് നമ്മളൊരു ലാംഗ്വേജിനെ ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് എപ്പോഴാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ആക്സെപ്റ്റർ പ്രസന്റ് ആയിരിക്കുമ്പോൾ, അതായത് ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ആക്സെപ്റ്റർ ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജും നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജും ഈക്വൽ ആവുന്ന സമയത്താണ് ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് കറസ്പോണ്ടിങ് ആയിട്ട് പ്രസന്റ് ആണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ ലാംഗ്വേജ് എൽ ഈക്വൽ ടു എ എൻ ബി എൻ where n greater than equal to 0. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എ എൻ ടൈംസ് ഉണ്ടാവും, ബി എൻ ടൈംസ് ഉണ്ടാവും. അതുപോലെ തന്നെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഒന്നുകിൽ എയും ബിയും പ്രസന്റ് അല്ലാണ്ടിരിക്കാം, അല്ലെങ്കിൽ ഒരു തവണയോ രണ്ട് തവണയായിട്ട് പ്രസന്റ് ആയിട്ട് വരാം. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. Is a deterministic context free language. The pushdown automata m equal to states define ചെയ്തിരിക്കുന്നത് Q0, Q1, Q2 എന്ന് പറഞ്ഞിട്ട് 3 സ്റ്റേറ്റ്സ് ആണുള്ളത്. ദെൻ എ ബി എന്ന് പറയുന്ന 2 ആൽഫബറ്റ് മാത്രമേ പ്രസന്റ് ഉള്ളൂ അല്ലെ, നമുക്ക് എ ബി മാത്രമേ ഉള്ളൂ. ദെൻ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാക്കിന്റെ സിമ്പിൾസ് 0, 1 എന്നുള്ളതാണ്. ഡെൽറ്റ ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. Q0 ആണ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ദെൻ 0 ആണ് ഇനീഷ്യലി സ്റ്റാക്കിൻ്റെ അകത്തുള്ള സ്റ്റാർട്ട് സിമ്പൽ ഉള്ളത്. Q0 ആണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ടും കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ട്രാൻസിഷൻ എഴുതി നോക്കാം. നമുക്ക് എ എൻ ബി എന്നുള്ള രീതിയിലാണ് സ്ട്രിങ് ജനറേറ്റ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം നമ്മൾ ട്രാൻസിഷൻ വരുന്നത്. നമുക്ക് ഡെൽറ്റ ഓഫ് Q0 എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, അപ്പോൾ എയിലാണ് ഫസ്റ്റ് റീഡ് ചെയ്യുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് എ ആയിരിക്കും. ദെൻ സ്റ്റാക്കിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ളത് 0 ആണ് അല്ലേ. അപ്പോൾ സ്റ്റാക്കിന്റെ സ്റ്റാർട്ടിങ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, എ ആണെങ്കിൽ 1 ഇൻസേർട്ട് ചെയ്തു. നമ്മൾ നേരത്തെ പഠിച്ചൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നില്ലേ, എ വരുമ്പോൾ സ്റ്റാക്കിലേക്ക് 1 ഇൻസേർട്ട് ചെയ്യും, ബി വരുമ്പോൾ സ്റ്റാക്കിൽ നിന്ന് 1 റിമൂവ് ചെയ്യും. അതുപോലെ ബി വരുന്ന സമയത്ത് സ്റ്റാക്കിലേക്ക് 0 ഇൻസേർട്ട് ചെയ്യും, എ വരുന്ന സമയത്ത് അത് റിമൂവ് ചെയ്യും. ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് നോക്കുക. ഫസ്റ്റ് എന്താ വന്നിരിക്കുന്നത്, ഡെൽറ്റ Q0 ആണ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. അതിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന ഇൻപുട്ട് സ്ട്രിങ് റീഡ് ചെയ്യും. ജസ്റ്റ് നമ്മളിപ്പോൾ റീഡ് ചെയ്യുന്ന സ്ട്രിങ് എ എ ബി ബി എന്ന് പറയുന്ന സ്ട്രിങ് ആണെന്ന് വിചാരിക്കും. ഈ സ്ട്രിങ് ഈ ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ ചെയ്താൽ മതി, ഇപ്പോൾ എ എ ബി ബി അല്ലേ, ഫസ്റ്റ് നമ്മൾ എ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ, എ എന്ന് പറയുന്ന ആൽഫബറ്റിനെ റീഡ് ചെയ്യുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് നമ്മുടെ സ്റ്റാക്ക് നോക്കുക. സ്റ്റാക്കിൻ്റെ അകത്ത് ഇനീഷ്യലി ഉള്ളത് 0 ആണ്. അപ്പോൾ 0 അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എനെ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 1നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരു 1 ഇൻസേർട്ട് ആയി. ദെൻ അഗെയിൻ നമ്മൾ എന്താ ഉള്ളത്, എൻ തന്നെയാണ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 1ഉം കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ അടുത്ത കണ്ടീഷൻ നോക്കുക, നിങ്ങൾ ബീനെ ഫൈൻഡ് ചെയ്യുന്നു. ബീനെ ഫൈൻഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ 1 ആണുള്ളതെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഈ 1നെ ജസ്റ്റ് റിമൂവ് ചെയ്യുക, ഇത്ര മാത്രമേ ചെയ്യണ്ടൂ. അപ്പോൾ ബീനെ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഉണ്ടായിരുന്ന 1നെ അങ്ങ് റിമൂവ് ചെയ്യും. ഇപ്പോൾ ഒരു 1 മാത്രമേ ഉള്ളൂ. അഗെയിൻ എന്താ, ബി തന്നെയാണ് സ്ട്രിങ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ അഗെയിൻ ബി ആണ് സ്റ്റാക്ക് ടോപ്പിൽ ഇപ്പം എന്താ ഉള്ളത്, 1 ആണുള്ളത്. അപ്പോൾ ഈ 1നെയും കൂടി അങ്ങോട്ടേക്ക് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അവിടെ ഒന്നും റീപ്ലേസ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് റിമൂവ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റാക്കിൽ എന്താ ഉള്ളത്, ഇനി സ്റ്റാക്കിൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന 0 എന്ന് പറയുന്ന സിമ്പൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുക, ക്യൂ അടുത്ത സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. അതായത് ഇതുവരെ ആയ സ്റ്റാക്കിന്റെ കേസ് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇവിടെ നോക്കുക, നിങ്ങൾ ഡെൽറ്റ Q1 A1 എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ A1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ 1 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്, ഇപ്പൊ നമ്മളെ സ്റ്റേറ്റ് Q1 തന്നെയുള്ളത്. ഇനി Q1 നമ്മൾ ബി ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു, Q2ലേക്ക് ചേഞ്ച് ചെയ്തു. ദെൻ ലാംഡ, അതായത് നമ്മൾ സ്റ്റാക്കിലേക്ക് ഒന്നും ഇൻസേർട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് സ്റ്റാക്കിലെ 1നെ ഡിലീറ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. ഒരു 1നെ ഡിലീറ്റ് ചെയ്തു, ബിയുമായിട്ട് മാച്ച് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റത്തെ എയും ബിയും തമ്മിൽ മാച്ചായി. ഇനി രണ്ടാമത്തെ കേസിൽ എന്താ ചെയ്യുന്നത്, Q2 ആണ്, ബി ആണ്, 1 ആണ് സ്റ്റാക്ക് ടോപ്പിലെങ്കിൽ ഈ 1 എന്ന് പറയുന്നത് എന്താ, എ ഇൻസേർട്ട്, എനെ റീഡ് ചെയ്തപ്പോൾ ഉണ്ടായ 1 ആണ്. അപ്പോൾ ആ എയും ബിയും ആയിട്ട് മാച്ച് ചെയ്യാണ് ചെയ്യുന്നത്.
അപ്പോൾ എയും ബിയും ഈക്വൽ എന്നുള്ള ഫോമിൽ വരും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്റ്റാക്കിലേക്ക് ഒന്നും ഇൻസേർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ലാംഡ തന്നെയാണ് സ്റ്റാക്കിലേക്ക് വരുന്നത്. ദെൻ Q2 തന്നെയാണ് സ്റ്റേറ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻപുട്ട് സ്ട്രിങ് കഴിഞ്ഞു അല്ലേ, ഇൻപുട്ട് എ ബി കഴിഞ്ഞു. ഇനി എന്താ, ഇനി നമ്മൾ എടുക്കാൻ പോകുമ്പോൾ സ്ട്രിങ് എന്ന് പറയുന്നത് ലാംഡ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ Q2 ലാംഡ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇപ്പം എന്താ ഉള്ളത്, ഇനീഷ്യലി ഉണ്ടായിരുന്ന 0 ആണുള്ളത്. അപ്പോൾ 0 ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് Q0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Q0 ലാംഡയാണ്. നമ്മൾ ഈ 0ന് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ലാംഡയാണ് സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ലാംഡ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, എന്താണോ ഉണ്ടായിരുന്നത് അതേ ഒരു സ്റ്റേറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അതിന്റെ ഒരു ഡെഫിനിഷൻ പോലെയാണ് വരുന്നത്. അപ്പൊ ബി എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഈ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബി വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഇൻ കേസ് ബിന്റെ എണ്ണം കൂടുതലോ അല്ലെങ്കിൽ എന്റെ എണ്ണം കൂടുതലോ വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യാനും റിട്രീവ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, എന്തായിരുന്നു ഡെഫിനേഷൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്, ഇതാണ് നമ്മുടെ ഡെഫിനേഷൻ ഉണ്ടായിരുന്നത് പുഷ് ഡൗൺ ഓട്ടോമാറ്റന്റെ. എല്ലാ Q ബിലോങ്സ് ടു Q ആയിരിക്കണം, അതുപോലെ തന്നെ A ബിലോങ്സ് ടു സിഗ്മ യൂണിയൻ ലാംഡ ആയിരിക്കണം, അതുപോലെ തന്നെ B ബിലോങ്സ് ടു ഗാമ ആയിരിക്കണം. അങ്ങനെയാണെന്ന സമയത്ത് എന്താ, ഡെൽറ്റ ഓഫ് QAB കണ്ടെയ്ൻസ് അറ്റ് മോസ്റ്റ് 1 എലമെന്റ്, ആ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് നമുക്ക് ലാംഡ ബി നോട്ട് എം ടി ആണെങ്കിൽ ഡെൽറ്റ ഓഫ് Q, C, B മസ്റ്റ് ബി എം ടി ഫോർ എവറി C ബിലോങ്സ് ടു സിഗ്മ. അത് ഇങ്ങനെയാണ് വരുന്നുണ്ടെങ്കിൽ എം ടി ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ലാംഡ മൂവ് വരുന്ന സമയത്ത് നമ്മൾ എ ബി എന്ന് പറയുന്ന എല്ലാ ഇൻപുട്ട് സ്ട്രിങ്സും റീഡ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ലാംഡ മൂവ് വരുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഈ തന്നിരിക്കുന്ന ഇത് എന്താന്ന് പറയാൻ വേണ്ടി നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ അക്സെപ്റ്റർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും.